ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ വീട്ടിലിരുന്നുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാം. ഓരോ ദിവസം ഓരോരോ വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. 40-ലധികം വീഡിയോസ് ഇടുന്നുണ്ട് ഓർഡറിലായിട്ട്. അപ്പോൾ നമുക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇനി ഓരോ മെറ്റീരിയൽ എടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് കാണാം. ആദ്യം എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് എംബ്രോയിഡറിയുടെ റിങ് വേണം. പല സൈസിലുള്ള റിങ് ഉണ്ട്. 6 ഇഞ്ചിൻ്റെ റിങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ, വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട്. മരത്തിൻ്റെ റിങ്ങാണ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഫൈബറിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ തുണി തെന്നി നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ക്ലോത്താണ് കേട്ടോ. ക്ലോത്ത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്ലിൻ ക്ലോത്താണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പരമാവധി കോട്ടൺ ക്ലോത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എല്ലാ ക്ലോത്തിലും നമുക്ക് എംബ്രോയിഡറി ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല നല്ല ഡ്രസ്സുകളിലൊക്കെ എംബ്രോയിഡറി ചെയ്യാം. പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് പോപ്ലിൻ ക്ലോത്ത് ഉപയോഗിക്കുക. ഇത് കിട്ടിയില്ലെങ്കിൽ മല്ലിൻ്റെ തുണി കിട്ടും, അതെടുക്കുക കേട്ടോ. ഈ പോപ്ലിൻ ക്ലോത്ത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തുണിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തുണി വെച്ചിട്ട് ഹാൻഡ് എംബ്രോയിഡറിക്ക് വേണ്ട സ്റ്റിച്ച് ബോർഡും മോട്ടീഫും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റിച്ച് ബോർഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നത് എല്ലാ എംബ്രോയിഡറിയും ചെയ്യുന്നത് സ്റ്റിച്ച് ബോർഡിലാണ് കേട്ടോ. സ്റ്റിച്ച് ബോർഡിൽ ഓരോരോ ലൈൻ വരച്ചിട്ട് ഓരോ ദിവസത്തെ ഓരോരോ എംബ്രോയിഡറികളും അതിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അതിന് 8 ഇഞ്ച് വീതിയും 15 ഇഞ്ച് നീളം ഉണ്ടാവും സ്റ്റിച്ച് ബോർഡിന് കേട്ടോ. ഇതാണ് ഞാൻ കാണിക്കുന്ന സ്റ്റിച്ച് ബോർഡ്, ഒരു മോഡലാണ് കേട്ടോ അത്. അപ്പോൾ ഇതേപോലെ ഇതിനും കൂടുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മോഡലായിട്ട് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ 7 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളമായിട്ട് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ മോട്ടീഫ് ഉണ്ട്. മോട്ടീഫിലാണ് നമ്മൾ ഡിസൈൻ വരച്ചിട്ട് പഠിച്ച സ്റ്റിച്ചൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരു പിക്ചറായിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 9 ഇഞ്ച് നീളവും വീതിയുള്ള ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു പീസാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ 4 സൈഡ് മടിച്ച് വരുമ്പോൾ 8 ഇഞ്ച് നീളവും വീതിയായിട്ട് വരും. അങ്ങനത്തെ തുണിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇതിലാണ് നമ്മൾ ഡിസൈൻ റെഡിയാക്കണത്. അതിന് ശേഷം ഇനി നമുക്ക് ത്രെഡാണ് പരിചയപ്പെടാനുള്ളത്. പലതരത്തിലുള്ള ത്രെഡുകളുണ്ട് കേട്ടോ. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് രംഗോലി ത്രെഡാണ് കേട്ടോ. അപ്പോൾ നല്ല ഡ്രസ്സുകളിലൊക്കെ ചെയ്യുമ്പോൾ ആങ്കർ ത്രെഡാണ് ഉപയോഗിക്കുക. പല നിറത്തിൽ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് സൂചിയാണ് കേട്ടോ. സൂചി 4 സൂചിയുടെ സൈസ്. നമുക്ക് ഇതിനും ചെറിയ സൂചി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഈ സൂചി ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംബ്രോയിഡറിയുടെ നൂല് 6 ഇഴയുള്ളതാണ്. അപ്പോൾ ആ നൂല് ഇതിനകത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഹോൾ തന്നെ വേണം. അതുകൊണ്ടാണ് ഈ സൈസിലുള്ള സൂചി തന്നെ വേണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ നൂലിൻ്റെ ഇഴകൾ കുറയണനുസരിച്ച് ചെറിയ സൂചി ഉപയോഗിക്കാമെന്നാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ടേപ്പ്. തുണി അളവെടുക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ടേപ്പിൻ്റെ ഏറ്റവും വലിയ അളവുകൾ എഴുതിയിരിക്കുന്ന സൈഡാണ് ഇഞ്ചസ് എന്ന് പറയുന്നത്. ഇഞ്ചസിലാണ് നമ്മൾ എല്ലാ അളവുകളും എടുക്കുക കേട്ടോ. മറ്റേത് ചെറിയ അളവുകൾ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അത്യാവശ്യം വേണ്ട ഒരു കത്രിക വലിപ്പമുള്ളത് വേണം. പിന്നെ ഇതാണ് ട്രിമ്മർ കേട്ടോ. ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിമ്മർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിടൂല നൂലിൻ്റെ അറ്റത്ത്. അപ്പോൾ ചെറിയ കെട്ടുകളൊക്കെ വരുമ്പോൾ ചെറിയ സ്ഥലങ്ങളിലാണെങ്കിലും ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് എളുപ്പം കേട്ടോ. വലിയ കത്രികയൊക്കെ ആണെങ്കിൽ തുണി അടക്കം കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വലിയ കത്രിക ഉപയോഗിക്കാണ്ട് ട്രിമ്മർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് എംബ്രോയിഡറിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് കാർബൺ പേപ്പർ. യെല്ലോ കളർ കാർബൺ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം വരയ്ക്കാൻ അറിയാത്തവർക്ക് ട്രേസ് ചെയ്തിട്ട് നമുക്ക് പടം വരയ്ക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ മഞ്ഞ ഭാഗം വരുന്നത് നമ്മുടെ തുണിയോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് മുകളിൽ സ്കെച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇഷ്ടമുള്ള പടങ്ങൾ നമുക്ക് സ്കെച്ച് ചെയ്യാം. അതേപോലെ തന്നെ വൈറ്റ് കളറ് എംബ്രോയിഡറിക്ക് തുണിയാണുള്ളത്.
ഈ വൈറ്റ് ഉള്ളത് കൊണ്ടാണ് മഞ്ഞ കളർ കാർബൺ പേപ്പർ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. വൈറ്റ് കാർബൺ പേപ്പർ ഉണ്ട്, ബാക്കിയുള്ള കളർ തുണികൾക്ക് അത് യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് ബട്ടർ പേപ്പർ കേട്ടോ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ചിത്രങ്ങൾ പകർത്തിയിട്ട് തുണിയിൽ വെക്കാനാണ് കേട്ടോ. നമ്മൾ എങ്ങനെയാണ് ഒരു എംബ്രോയിഡറി റിങ്ങിൽ ക്ലോത്ത് സെറ്റ് ചെയ്യണമെന്ന് കാണാം കേട്ടോ. അപ്പോൾ റിങ് ഇങ്ങനെയാണ് കിട്ടുക. റിങ്ങിൻ്റെ സൈഡിലുള്ള സ്ക്രൂ തിരിച്ചിട്ട് ഉള്ളിലുള്ള ചെറിയ റിങ് താഴേക്ക് പതുക്കെ പതുക്കെ എടുക്കുക കേട്ടോ. മൊത്തത്തിൽ സ്ക്രൂ ഊരിക്കളയണ്ട, ചെറിയ റിങ് പുറത്തേക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്താണ് നമ്മുടെ മോട്ടീഫ്, നമ്മൾ പടം വരച്ച് ട്രേസ് എടുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് വെക്കുക. അതിനുശേഷം വലിയ റിങ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അമർത്തി നല്ല ടൈറ്റ് ചെയ്തിട്ട് ചുളിവൊന്നും വരാത്ത രീതിയിൽ സ്ക്രൂ ചെയ്തിട്ട് പിന്നെ എടുക്കാം. ഇതേപോലെയാണ് നമ്മൾ എംബ്രോയിഡറിക്ക് ക്ലോത്ത് സെറ്റ് ചെയ്യേണ്ടത് എംബ്രോയിഡറി റിങ്ങിലേക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വരുന്ന വീഡിയോസിലൊക്കെ ഓരോരോ സ്റ്റിച്ചസ് ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. 40-ലധികം സ്റ്റിച്ചസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ ഓരോ ഓർഡറിൽ തന്നെ പഠിച്ചെടുക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് വന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെയാണ്, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതേപോലെ എല്ലാ വർക്കും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും താങ്ക് യു. ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്.